ഇന്ത്യക്കെതിരെ വീണ്ടും പ്രകോപന പരാമർശവുമായി പാകിസ്ഥാൻ. സിന്ധു നദിയിലെ വെള്ളം തടയുന്നത് യുദ്ധമായി കണക്കാക്കുമെന്നും ഇന്ത്യയെ വീണ്ടും പാഠം പഠിപ്പിക്കുമെന്നും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞു. ഇസ്ലാമാബാദിലെ ചടങ്ങിലാണ് പ്രകോപന പരാമർശം നടത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ തുടർ നടപടിയായിട്ടാണ് ഇന്ത്യ പാകിസ്ഥാനെതിരായി സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുത്തത്. ഈ വിഷയം മുൻനിർത്തിയാണ് ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് ഇന്ത്യക്കെതിരെ കടുത്ത ഭാഷയിൽ പ്രകോപന പരാമർശം നടത്തിയത്. സിന്ധു നദിയിലെ ഒരു തുള്ളി ജലം പോലും കവരാൻ ഇന്ത്യയെ അനുവദിക്കില്ല എന്നും ഇന്ത്യയെ പാഠം പഠിപ്പിക്കുമെന്നും ഇന്ത്യക്ക് ചെവി പൊത്തി ഓടേണ്ടി വരുമെന്നുമുള്ള പരാമർശമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. തുടർച്ചയായി പാകിസ്ഥാനിലെ സേനാ മേധാവി അസിം മുനീർ US-ൽ നടന്ന സമാനമായ രീതിയിൽ യുദ്ധപ്രഖ്യാപനവും നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയും സമാനമായ പരാമർശം നടത്തിയിരുന്നു. ഇത്തരത്തിൽ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യക്കെതിരെ തുടർച്ചയായ പരാമർശങ്ങളാണ് ഉയരുന്നത്. എന്നാൽ പാക് പ്രധാനമന്ത്രിയുടെ പരാമർശത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. അത്യന്തം നിരുത്തരവാദപരമായ പരാമർശങ്ങൾ പാകിസ്ഥാനിലെ ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതിനെതിരെ കഴിഞ്ഞ ദിവസം പാക് സൈനിക മേധാവി അസിം മുനീറിന്റെ പരാമർശത്തെ തുടർന്ന് ഇന്ത്യ അതിശക്തമായി തന്നെ അപലപിക്കുകയും അതിന് ശക്തമായ മറുപടി നൽകുകയും ചെയ്തിരുന്നു.